കൊലയാളി പിടിയിൽ. ചാർലി കിർക്ക് വധക്കേസിലെ പ്രതി പിടിയിലെന്ന് ഡൊണാൾഡ് ട്രംപ്. അക്രമിയുടേതെന്ന് കരുതുന്നയാളുടെ ഫോട്ടോ ഉൾപ്പെടെ പുറത്തുവിട്ട് FBI നടത്തിയ അന്വേഷണത്തിലാണ് അക്രമി പിടിയിലായത്. കിർക്കിനെ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്കും പോലീസ് ഇന്നലെ കണ്ടെടുത്തിരുന്നു. വിനോദ് നൽകും വിവരങ്ങൾ. വിനോദ, പോലീസിനെ സംബന്ധിച്ച്, അവിടുത്തെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഈ പ്രതിയിലേക്ക് എത്തുക എന്നുള്ളത്. വളരെ വേഗത്തിൽ പ്രതിയെ പിടിക്കുക എന്നുള്ളതും വലിയൊരു ദൗത്യം തന്നെയായിരുന്നു. ഇപ്പോൾ എന്തായാലും പ്രതിയെ പിടിച്ചിരിക്കുന്നു, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം ലോകത്തെ ഞെട്ടിച്ച ഒരു രാഷ്ട്രീയ കൊലപാതകമാണ് നടന്നത്. അമേരിക്കയെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു, ഈ സെപ്റ്റംബർ 9 ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഈ പെൻറ്റഗണും അതോടൊപ്പം തന്നെ വേൾഡ് ട്രേഡ് സെൻറ്ററും ഒക്കെ ആക്രമിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നു. പലവിധ വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുന്നു. ആരാണ് കൊലയാളി എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ പലയിടങ്ങളിലായി ഉയരുന്നു. ബുധനാഴ്ചയാണ് ഈ വെടിവയ്പ്പും കൊലപാതകവും നടക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ കുറ്റവാളി പിടിയിലായിരിക്കുന്നു. ട്രംപ് തന്നെയാണ് ഇക്കാര്യം ലോകത്തെ അറിയിച്ചത്. FBI കൃത്യമായ അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. പക്ഷേ ആദ്യ മണിക്കൂറുകളിൽ ഈ കൊലയാളിയെക്കുറിച്ച് സൂചന ലഭിക്കാത്തതിനെ തുടർന്ന് വിവിധ തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ലോകമെമ്പാടും പടരുന്ന സാഹചര്യമുണ്ടായി. കാരണം ഇത് എവിടെ നിന്നുള്ള വെടിയുണ്ടയാണ്? അതായത് അങ്ങനെ ഒരു ചോദ്യം വരുന്നത് സ്വന്തം ക്യാമ്പിൽ നിന്നുള്ള ഒരു ആക്രമണമാണോ ചാൾസിന് നേരെ ഉണ്ടായത് എന്ന ഒരു ചോദ്യം ഒരു വശത്തു നിന്ന് ഉയരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഏറ്റവും ശക്തനായ ഒരു വക്താവായി നിലകൊണ്ട ചെറുപ്പക്കാരനാണ്. അടുത്ത ഒരുപക്ഷെ ഏറ്റവും വേഗത്തിൽ തന്നെ ട്രംപിന് ശേഷം ഈ പാർട്ടിയെ അധികാരത്തിലെത്തിയാൽ പ്രസിഡന്റായി അവരോധിക്കപ്പെടാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വം അങ്ങനെ വെടിയേറ്റ് മരിക്കുമ്പോൾ ഈ വെടിയുണ്ട വന്നത് ഏത് ക്യാമ്പിൽ നിന്ന് എന്ന ചോദ്യം അതിശക്തമായി ഉയർന്നു വന്ന ഒരു സാഹചര്യം കൂടിയുണ്ടായി. ഇപ്പോഴും ആ ചോദ്യത്തിന് മറുപടിയായിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുന്നേ ഉള്ളൂ. ഇതിൻ്റെ കാരണങ്ങൾ വെളിപ്പെടേണ്ടതുണ്ട്. എന്തിനീ കൊലപാതകം നടത്തി, കൊല നടത്തിയ ആൾ എവിടെ നിന്നെത്തി, ഇതൊരു ഷാർപ്പ് ഷൂട്ടറാണെന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. കാരണം ഈ യൂട്ടോ വാലി സർവകലാശാലയുടെ ക്യാമ്പസിൽ പരിപാടി നടക്കുമ്പോൾ അതിന് കുറേ അകലെ 2 നില കെട്ടിടത്തിൽ ആ ഷീറ്റിന് മുകളിൽ നിന്നാണ് വെടിയുതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ പരിശീലനം ലഭിച്ച ഒരാളാണ്. എങ്ങനെ ഈ അക്രമി അവിടെ എത്തി, അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എങ്ങനെ കഴിഞ്ഞു? പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഏറ്റവും അടുത്ത ആൾ, ഒരു വലങ്കൈ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചാൾസ് കിർക്കിനെ കൊലപ്പെടുത്തിയിട്ട് അവിടെ നിന്നൊരു അക്രമി രക്ഷപ്പെടുക എന്നത് അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ അഭിമാന ക്ഷതമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയായി മാറി. അവിടെയാണ് ചില സംശയങ്ങൾ, ഈ അക്രമി അവിടെ എത്തിയതും അവിടെ നിന്ന് പോയതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ ഉടലെടുത്തത്. പക്ഷേ ഏതായിരുന്നാലും ഇപ്പോൾ ഈ അക്രമി പിടിയിലായിരിക്കുന്നു. നേരത്തെ തന്നെ ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. FBI പുറത്തുവിട്ടിരുന്നതിൽ കറുത്ത ടീഷർട്ടും കണ്ണടയും തൊപ്പിയുമൊക്കെ ധരിച്ച ആളാണ് ഈ അക്രമം നടത്തിയതെന്ന് വ്യക്തമായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ അക്രമത്തിന് വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഒരു അഭിമാനക്ഷതമുണ്ടാക്കിയ ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ്. ഇവിടെ നോക്കൂ, പ്രധാനമായും നമുക്ക് അറിയേണ്ടത്, അന്വേഷണ സംഘത്തിന് അറിയേണ്ടത്, ചാർലി കിർക്ക് തന്നെയായിരുന്നു ഈ പ്രതിയുടെ ലക്ഷ്യം, ഇദ്ദേഹം മാത്രമായിരുന്നു പ്രതിയുടെ ലക്ഷ്യം എന്നുള്ളതാണ്. അത് അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് അറിയേണ്ടതും വളരെ അനിവാര്യമാണല്ലേ? ഭവ്യ, ഇതിൽ പലവിധ വ്യാഖ്യാനങ്ങൾ. അതായത് ഒന്ന്, ട്രംപ് ഇപ്പോൾ നടത്തുന്ന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നേരത്തെ ഈ ട്രംപിനെയൊക്കെ സംബന്ധിച്ച് അദ്ദേഹം ഈ സ്വദേശിവൽക്കരണം അല്ലെങ്കിൽ അമേരിക്ക കേന്ദ്രീകരിച്ചുള്ള അമേരിക്കൻ പൗരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വികസന പദ്ധതികൾ, ആ നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതൊരു പ്രായം ചെന്ന ആളുടെ ചിന്താഗതി എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യത. അവിടെയാണ് കിർക്കിൻ്റെ കടന്നുവരവ് വളരെ സുപ്രധാനമായത്. കാരണം യുവാവാണ് അദ്ദേഹം. ടേണിംഗ് പോയിന്റ് USA എന്ന പേരിലുള്ള സംഘടന ഉണ്ടാക്കുകയും അതിലേക്ക് ധാരാളം യുവാക്കൾ ആകൃഷ്ടരാകുകയും ഏതാണ്ട് 800ഓളം കോളേജുകളിൽ ആ സംഘടനയുടെ ശാഖകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യുവജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടാകുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടു, നേപ്പാളിൽ സെൻസി വിഭാഗം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ യുവാക്കൾ എങ്ങനെയാണ് ഒരു സർക്കാരിനെ വരച്ച വരയിൽ നിർത്തിയത്. ആ തരത്തിൽ അമേരിക്കയുടെ യുവതയെ തൻ്റെ സ്വന്തം വഴിയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ, ക്രൈസ്തവ വിശ്വാസത്തിന് കൂടുതൽ ഊന്നൽ നൽകാൻ, സ്വദേശിവൽക്കരണം, അങ്ങനെയുള്ള ആഭ്യന്തര വിപണി, അങ്ങനെയുള്ള കാഴ്ചപ്പാടിലേക്ക് അമേരിക്കയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരുന്ന ദേശീയത വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ
കഴിഞ്ഞിരുന്നു ക്രിക്കിന് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റുമായി ട്രംപിനെ കൂടുതൽ അടുപ്പിച്ചത് അദ്ദേഹമാണ്. ട്രംപിൻ്റെ മകൻ ജൂനിയർ ട്രംപുമായി വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഗ്രീൻലാൻഡ് ഒരു സംസ്ഥാനമാക്കി മാറ്റണമെന്ന ആവശ്യമുയർന്നപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അത് യാഥാർത്ഥ്യമാക്കുകയും പിന്നീട് ജൂനിയർ ട്രംപുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അവിടെ ഇത്രയും വലിയ സ്വാധീനമുള്ള ഒരുപക്ഷെ സർവകലാശാലയിൽ അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഠനകാലത്ത് പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സൈന്യത്തിൽ ചേരാൻ ശ്രമിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഈ പോഡ്കാസ്റ്റ് പോലുള്ള മേഖലയിലേക്ക് എത്തുകയും മാധ്യമപ്രവർത്തനം വലിയ തോതിൽ നടത്തുകയും ട്രംപിൻ്റെ അടുത്ത അനുയായിയായി മാറുകയും ഒക്കെ ചെയ്യുന്ന വലിയൊരു ഈ 31 വയസ്സിനുള്ളിൽ തന്നെ അങ്ങനെ സംഭവബഹുലമായ ഒരു ജീവിതം നയിച്ച ആളാണ് ഇങ്ങനെ വെടിയേറ്റ് മരിക്കുന്നത്. അവിടെ പലതരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. എന്തിനീ കൊലപാതകം നടത്തി എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഈ കൊല നടന്നത് മുതൽ ട്രംപ് തന്നെയാണ് ആദ്യം ഇതിൻ്റെ ഈ ദുഃഖകരമായ ഒരു കാര്യം ലോകത്തോട് പറയുന്നത്. ഇങ്ങനെ കൊല്ലപ്പെട്ടു, ദാരുണമായ കൊലപാതകമാണെന്ന കാര്യം ട്രംപ് തന്നെ പറയുന്നു. പ്രതി പിടിയിലാകുമ്പോൾ അക്കാര്യവും ട്രംപ് തന്നെ വെളിപ്പെടുത്തുന്നു. പക്ഷേ നമുക്ക് പല കാര്യങ്ങൾ ഈ രൂഢമൂലമായ വിശ്വാസം കാത്തു സൂക്ഷിക്കുമ്പോൾ അമേരിക്കൻ ദേശീയത എന്നത് വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ അതിൽ അസഹിഷ്ണുതയുള്ള ആരെങ്കിലും ചെയ്ത കൃത്യമാണോ? അതല്ല ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയോട് എതിർപ്പുള്ള അവരുടെ പൊതു നയങ്ങളോട് എതിർപ്പുള്ള ഇപ്പോൾ ലോക സാമ്പത്തിക ക്രമത്തിൽ അമേരിക്ക നടത്തുന്ന കാര്യങ്ങളുണ്ട്. പല രാജ്യങ്ങൾക്കും, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് 50% വരെ തീരുവ ചുമത്തിയ സംഭവമുണ്ട്. ഇത് അമേരിക്കയുടെ വളർച്ചയെ തന്നെ ബാധിക്കുമെന്ന് അവിടുത്തെ സാമ്പത്തിക വിദഗ്ധർ തന്നെ പറയുന്നു. ആ ഒരു ഘട്ടത്തിൽ ഈ ട്രംപിൻ്റെ നയങ്ങളോട് എതിർപ്പുള്ള അല്ലെങ്കിൽ ക്രിക്ക് അങ്ങനെ ഒരു പിന്തുണ നൽകുന്നത് കൊണ്ട് ട്രംപ് ആ നിലയ്ക്ക് പോകുന്നു. അങ്ങനെ ആ ഒരു പ്രതിഷേധത്തിൽ ചെയ്ത കൊലയാണോ? പക്ഷേ അവിടെയൊക്കെ തന്നെ ഈ ഷാർപ്പ് ഷൂട്ടർ എന്ന ഒരു കാര്യം ഉയർന്നു വരുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന് നേരെ ആക്രമണമുണ്ടായി. അന്ന് വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഉരസി പോകുന്നൊരു കാഴ്ചയായിരുന്നു. അവിടെ ചോര പൊടിയുന്നൊരു കാഴ്ചയുണ്ടായി. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായി കൃത്യമായി വെടികൊണ്ട് വീണിരിക്കുന്നു, മരിച്ചിരിക്കുന്നു. മാത്രമല്ല ട്രംപിന് നേരെ വെടിയുതിർത്തത് അന്നൊരു ആൾക്കൂട്ടത്തിനിടയിൽ നിന്നാണ്. പലപ്പോഴും നമ്മൾ അമേരിക്കയിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്കൂളുകളിൽ പോലും കുട്ടികൾ സഹപാഠികൾക്ക് നേരെയും ടീച്ചർമാർക്ക് നേരെയും വെടിയുതിർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഒരു ആൾക്കൂട്ടത്തിന് ഇടയിൽ നിന്ന് പ്രകോപിതരായി പെട്ടെന്ന് ആ തരത്തിൽ അക്രമം കാണിക്കുന്ന കാഴ്ചകളാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത് വളരെ ആസൂത്രിതമാണ്. വളരെ അകലെയുള്ള ഒരു കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ ആ ഷീറ്റിന് മുകളിൽ കയറി നിന്ന് കൃത്യമായി ഉന്നം പിടിച്ച് ഈ ജീവൻ എടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട്. അതിൻ്റെ വസ്തുതകളാണ് ഇനി പുറത്തു വരാനുള്ളത്. ഭവ്യ. ശരി.